ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖമല്ലായിരിക്കും. ഇന്ന് ഞാൻ ഒരു സംഗതി കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. എന്താണെന്നറിയണ്ടേ, എൻ്റെ കല്യാണ സാരി കണ്ട, ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. ഇത് പിങ്ക് കളറാണ്. ഇതതിൻ്റെ മുന്താണിയാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാ, ഇങ്ങനെ കണ്ട. ഇതാണ് കല്യാണ സാരി. സൽക്കാര സാരി ഒരു വയലറ്റ് ആയിരുന്നു. ഇത് മജന്ത കളർ എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു കഥയുണ്ട് കേട്ടോ. കല്യാണ സാരിക്ക് പെണ്ണെല്ലാം കണ്ട് കല്യാണമെല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചാ വിനായകൻ എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര്. വിനുവേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ വിനുവേട്ടൻ ഫോണ് വിളിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച് ഏത് കളറാണ് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു മജന്ത കളർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിനുവേട്ടനെ അറിയില്ല ഏത് മജന്ത കളർ, അതെന്ത് എങ്ങനത്തെ കളറാണെന്നൊന്നും ഓർക്കറിയില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് പെങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്ത് മജന്തയാന്ന് ഓക്ക് ഇഷ്ടപ്പെട്ട കളറ് അത് മതി എന്ന് പറഞ്ഞു. ഇവർക്കറിയില്ല അത് എങ്ങനത്തെ കളറാന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മജന്ത തന്നെയല്ലേ നീ എടുത്തതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ആ മജന്ത എന്ന് പറയുന്നത് ഞാവൽ കളറാന്ന് തോന്നുന്നില്ല, ഞാവലിൻ്റെ കളറാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് ഞാവൽ പൂത്ത കളറാണ്, പൂക്കുമ്പോൾ ഉള്ള കളറാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ മതി ഓളെടുത്തത്. എന്താ മജന്ത അല്ല, ഒരു പിങ്ക് കളറാണ് ഇത്. എനിക്ക് ഇഷ്ടമായി നല്ല. ഇത് ആകെ ഞാൻ രണ്ടോട്ടം കല്യാണത്തിന് എടുത്തിട്ട് പിന്നെ വേറെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണത്തിനും കൂടിയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അന്നേരം മടക്കി വെച്ചത്. ഇടയ്ക്ക് ഞാൻ വെയിൽ തട്ടിക്കുക, പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടാ. സാരി ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, നല്ല ഒന്നും ആയിട്ടില്ല. ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. സൽക്കാരത്തിന് ഇപ്പൊ ഒന്നും അങ്ങനെ സൽക്കാരം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അന്നേരം സൽക്കാരം പണ്ടത്തെ ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞത് 2002 അപ്പോൾ ആ സമയത്തുള്ള സൽക്കാരം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൽക്കാരത്തിന്റെ സമയത്ത് ഒരു വയലറ്റ് കളർ സാരി ആയിരുന്നു. പിന്നെ ഈ കല്യാണ സാരി കാണിക്കുന്നതിൽ എൻ്റെ അമ്മേനെയും അച്ഛനെയും എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. അമ്മേന്റെയും അച്ഛൻ്റെയും ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് ഇതമ്മ, ഇതെൻ്റെ ഇളയ അനിയത്തി, ഇത് നടുക്കത്തത് അച്ഛൻ. ഇതാണ് കേട്ടോ. അത് ഇതിനകത്ത് അമ്മേനെയും അച്ഛനെയും കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഇപ്പോൾ നമ്മൾക്ക് ഇല്ല കേട്ടോ. അമ്മ മരിച്ചിട്ട് അമ്മ 2012, അച്ഛൻ മരിക്കുന്നത് പിന്നെ 2006. എൻ്റെ കല്യാണം കഴിയുന്നത് 2002, മോള് ജനിക്കുന്നത് 2004. പിന്നെ ഒക്കെ 1.5 വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അച്ഛൻ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അമ്മയും അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ട് തന്നെയാണ് മരിക്കുന്നത് കേട്ടോ. ഈ കല്യാണ സാരി ഇത് കാണിക്കുന്നില്ല, എനിക്ക് അമ്മേനെയും അച്ഛനെയും എല്ലാം ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിച്ചത് കേട്ടോ. ഈ ആൽബം ഞാനൊരു ദിവസം കാണിച്ചത്. ഇത് ആൽബത്തിനെല്ലാം കുറേ പോറലായിട്ട് കുറേ കൊല്ലായില്ലേ. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ ആൽബം. പിന്നെന്താ, ഇതൊക്കെ ഉള്ളൂ. ഇത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്.